വിശുദ്ധ മർക്കോസ് 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ അപ്പം കൊണ്ടുവരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉള്ളായിരുന്നു. അവരവരോട് നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹെരോദാവിൻ്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പമില്ലായിയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് യേശു അവരോട് പറഞ്ഞത്, അപ്പമില്ലായ്മയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നുമില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടം നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവനവരോട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കിയാൽ അത് അനുഗ്രഹമാവും. ഞാൻ നിങ്ങൾ കർത്താവിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളാണെങ്കിൽ നുറുക്കപ്പെടുവാൻ, തകർക്കപ്പെടുവാൻ കർത്താവിൻ്റെ കരത്തിൽ എത്തണം. നമ്മൾ കരത്തിൽ എത്തണമെങ്കിൽ കർത്താവിന് ഇഷ്ടപ്പെടണം. ആവശ്യം ഉണ്ടായിരിക്കണം നമ്മളെപ്പറ്റി. ആവശ്യമുള്ളിടത്ത് തമ്പുരാൻ അത്ഭുതകരമായി പ്രവർത്തിക്കും. നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. നീ കർത്താവിൻ്റെ കരത്തിൽ ഇണങ്ങിയ ആയുധമായി നീ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ നിന്നെക്കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്തെടുത്ത് നിനക്ക് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അപ്പത്തിൻ്റെ ഉപമ കർത്താവ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേരെയും 7 അപ്പം കൊണ്ട് 4000 പേർക്കും പോഷിപ്പിച്ച് മിച്ചമെടുത്ത കർത്താവിനെ സംശയിക്കുന്ന ശിഷ്യന്മാരെ പോലെ ഞങ്ങൾ സംശയിക്കാതെ അങ്ങയുടെ കരത്തിലെ ഒരപ്പമായി തീരുവാൻ, സ്വയം നുറുക്കപ്പെടുവാൻ, അനേകർക്ക് അത്ഭുതവും അനുഗ്രഹവുമായി തീരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ദിനമായി തീരട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.